കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പാത്തോളജി പരിശോധനകൾ നടത്തണമെങ്കിൽ ഇനി ചിലവേറും. നേരത്തെ സൗജന്യമായി ലഭിച്ചിരുന്ന ലാബ് പരിശോധനകൾക്കാണ് 30 രൂപ മുതൽ 800 രൂപ വരെ നിരക്ക് നിശ്ചയിച്ചിരിക്കുന്നത്. ഇതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തുന്ന സാധാരണക്കാരായ രോഗികൾ ദുരിതത്തിലായിരിക്കുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പത്തോളജി ലാബിൽ സൗജന്യമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന പരിശോധനകൾക്കാണ് 30 രൂപ മുതൽ 800 രൂപ വരെ ഇപ്പോൾ നിരക്കായി നിശ്ചയിച്ചിരിക്കുന്നത്. ബയോപ്സി പരിശോധനയ്ക്ക് 150 രൂപയാണ് നിരക്ക്. ഏറ്റവും അധികം പേർ നടത്തുന്ന ഫൈബ്രിനോജൻ പരിശോധനയ്ക്ക് 500 രൂപ നൽകണം. ഇതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തുന്ന സാധാരണക്കാർക്ക് ദുരിതമേറിയിരിക്കുകയാണ്. 800 രൂപയൊക്കെ നമുക്ക് ഇതൊക്കെ താങ്ങാൻ പറ്റുന്ന ഒരു ചിലവാണോ? അല്ല, സത്യമാണ്. ഈ മെഡിക്കൽ കോളേജിൽ ആശുപത്രി പിന്നെ അവർ പുറത്തേക്കാന്ന് എഴുതി തരുക. നമുക്ക് കയ്യിൽ പൈസ ഇല്ലാത്തവർ നമ്മളെന്ത് ചെയ്യാൻ? പാവപ്പെട്ട ഒരുപാട് രോഗികൾ ഇവിടുന്ന് വലയുന്നൊരവസ്ഥയാണ് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിനകത്ത് കാണുന്നത്. ഒന്ന് മാത്രമല്ല, ലാബിലേക്ക് പോകാനോ അല്ലെങ്കിൽ എന്ത് ചെയ്യാറുണ്ട്, ആരോഗ്യ ഇൻഷുറൻസായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ആരോഗ്യ മേഖലയിലുള്ള ഒരുപാട് പേര് തന്നെ എന്ത് ചെയ്യാറുണ്ട്, ഈ ഉദ്യോഗസ്ഥന്മാരെ ബാധിക്കുന്നുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നിലവിലുണ്ട്. ബുദ്ധിമുട്ട് തന്നെയാണ്. ഞങ്ങളെപ്പോലെ തന്നെ എനിക്കൊരു സുഖമില്ലാത്ത പ്രായമുള്ളൊരു ഉമ്മയാണ്. നേരത്തെ പൈസ ഒന്നും ഇല്ലായിരുന്ന ചില പരിശോധനകൾക്ക് 800 രൂപയാണ്. അത് പറ്റൂല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ലൂപ്പസ് ആന്റികോഗുലസ് പരിശോധനയ്ക്ക് 800 രൂപയാണ് നൽകേണ്ടത്. നേരത്തെ ഈ പരിശോധനകളെല്ലാം സൗജന്യമായിരുന്നു. ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി പുറത്തിറക്കിയ കുറിപ്പിൽ ഇതിൻ്റെയെല്ലാം നിരക്കുകൾ പരിഷ്കരിച്ചിരിക്കുകയാണ്. ഇതിൽ ജില്ലാ കളക്ടറും ഒപ്പുവെച്ചിട്ടുണ്ട്. ഇതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. ഒരു ദിവസം സാധാരണക്കാരായ ആയിരക്കണക്കിന് രോഗികൾ ചികിത്സയ്ക്കായി എത്തുന്ന ആതുരാലയമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. നേരത്തെ സൗജന്യമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന പരിശോധനകൾക്ക് ഇപ്പോൾ ഭീമമായ തുക നൽകേണ്ട ഗതികേടിലാണ് സാധാരണക്കാരായ മനുഷ്യർ. ഇവിടെയും ഇങ്ങനെ കൊള്ളപ്പിരിവ് തുടർന്നാൽ ഇതുപോലുള്ള സാധാരണക്കാരായ മനുഷ്യർ ചികിത്സയ്ക്ക് വേണ്ടി എവിടെ ആശ്രയിക്കും? ക്യാമറമാൻ ഇക്ബാൽ വട്ടംകുളത്തിനോടൊപ്പം PJ അരുൺ, കൈരളി ന്യൂസ്, കോഴിക്കോട്.